നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്വിൻസ് ട്രീകൾ എങ്ങനെയാണ് എസ്പാലിയേറ്റ് ചെയ്ത് വളർത്തുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ഈ ക്വിൻസ് ട്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെയർ പോലെയുള്ള ഒരു ഫ്രൂട്ട് ട്രീ ആണ് ഈ ക്വിൻസ് എന്ന് പറയുന്നത്. എസ്പാലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സ്ഥലമില്ലാത്ത ആൾക്കാർ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക ഷേപ്പിലേക്ക് ട്രീകളെ വളർത്തുന്ന രീതിയാണ് എസ്പാലിയേഷൻ എന്ന് പറയുന്നത്. എസ്പാലിയേഷന് പലതരം സ്റ്റേജുകളുണ്ട്, പലതരം രീതിയിൽ നമുക്ക് ട്രെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ക്വിൻസ് എന്ന് പറയുന്ന ട്രീ അതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് നമ്മുടെ പെയർ എന്ന നമ്മുടെ സബർജല്ലിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. പച്ചയ്ക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല, നല്ല പല്ല് അടിച്ചു പോകുന്ന രീതിയിലുള്ള കട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റീം ചെയ്ത ശേഷമാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. ഏതായാലും ഇതാണ് 2019 നമ്മൾ വാങ്ങി വെച്ച ക്വിൻസിൻ്റെ ട്രീ. അപ്പോൾ ഈ ട്രീയുടെ ഇത്രയും ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 8 മീറ്റർ മുകളിലേക്ക് പോകുന്ന ട്രീ ആണ്. നമുക്ക് സ്ഥലം കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ തല നമ്മൾ വെട്ടിക്കളഞ്ഞു. സൈഡിലേക്ക് പോകാനുള്ള ഗ്രോത്തുകളെ നമ്മൾ എൻകറേജ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു 30-40 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതുപോലെ ഗൈഡ് വയറുകൾ അടിച്ചു കൊടുത്തു. അതിലേക്ക് ഇതിൻ്റെ 2 സൈഡിലേക്കും പോകുന്ന ശാഖകളെ നമ്മൾ പിടിച്ചു കെട്ടി വളർത്തുകയാണ്. അപ്പോൾ ഈ രീതി എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ എസ്പാലിയേഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ്പാലിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ട്രീകളെ ഒരു പ്രത്യേക രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് പല പല ഷേപ്പുകളുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു ഷേപ്പാണ് ഹൊറിസോണ്ടൽ എസ്പാലിയേഷൻ ഷേപ്പ്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മുതൽ 5 വർഷം എടുത്ത ശേഷമാണ് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് ട്രീകളെ കൊണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഫ്രൂട്ടുകൾ ഉണ്ടായി കിടക്കും. വളരെ കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫ്രൂട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ 2 സൈഡിലേക്കുള്ള ഗ്രോത്തുകൾ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം വെട്ടിക്കളയാണ്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പുകൾ മാത്രം സെലക്ട് ചെയ്യുക. അത് നമ്മളൊരു 30 മുതൽ 40 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള കമ്പുകൾ 2 സൈഡിലേക്കും പോകുന്നത് വരുമ്പോൾ അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അത് മാത്രം സൈഡിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് ബാക്കിയുള്ള അതിനിടയ്ക്കുള്ള കമ്പുകളെല്ലാം നമ്മൾ മുറിച്ച് മാറ്റുകയാണ്. പ്രൂണിങ് നമ്മൾ 2-3 കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രൂൺ ചെയ്യണം. പ്രത്യേകിച്ച് വിൻ്ററിലും ഈ പറയുന്ന സമ്മർ സമയങ്ങളിലും ആക്റ്റീവായിട്ട് ട്രീ ഗ്രോത്ത് ചെയ്യുന്ന സമയങ്ങളിലും നമ്മൾ ട്രീകളെ പ്രൂൺ ചെയ്ത് ഇതുപോലെ ട്രെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, ഒത്തിരി സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ട്രീയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഈ ക്വിൻസിൻ്റെ ഫ്ലവറുകളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ക്വിൻസിന് ഒരു ഓർണമെൻ്റൽ ട്രീ ആയിട്ടും വളർത്താവുന്ന ഒരു ട്രീ ആണ് ക്വിൻസ് എന്ന് പറയുന്നത്. ഈ റൊസേഷ്യ ഫാമിലിയാണ്, നമ്മുടെ ആപ്പിള്, പെയർ അങ്ങനെയുള്ള ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു ഫ്രൂട്ട് ട്രീ ആണ് ഈ ക്വിൻസ് എന്ന് പറയുന്നത്. ക്വിൻസിൻ്റെ പൂക്കൾക്ക് നല്ല മണമുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ്. ഏകദേശം 2 ആഴ്ച വരെയൊക്കെ നിൽക്കുന്ന പൂക്കളാണ് ക്വിൻസിനുള്ളത്. വളരെ നന്നായിട്ട് പൂക്കും, വളരെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ക്വിൻസിൻ്റെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സമ്മറിലൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ ഹാർഡായിട്ട് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. കാരണം 1 ഇയർ പ്രായമായ വുഡിലാണ് ഇത് കായ്ക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ആ ഒരു മൊത്തം അടിച്ചു കളയാണ്ട് നമ്മൾ ഒരു ചെറിയ ഒരു സ്പെയർ ഫോം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണം നമ്മളിതിനെ പ്രൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂണിങ് ഞാൻ പറഞ്ഞതുപോലെ വളരെ ബുദ്ധിമുട്ടേറിയ പ്രൂണിങ് ആണ്. കാരണം നമ്മൾ വിൻ്ററിലും ഈ പറയുന്ന സമ്മറിലും 2 പ്രാവശ്യവും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലേക്ക് നിർത്തിക്കൊണ്ടേയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കൈവിട്ട് പോകും. സാധാരണ എല്ലാ ട്രീകൾക്കും ഉള്ളതുപോലെ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് വളരാനാണ് എല്ലാ ട്രീകൾക്കും താല്പര്യം. അതുപോലെ തന്നെ വളരാനായിട്ട് ശ്രമിക്കും. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് സമ്മറിൽ നല്ല രീതിയിലും വിൻ്ററിൽ നല്ല ഹാർഡായിട്ടും ഇതിനെ പ്രൂൺ ചെയ്ത് ആ ഷേപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിർത്തുക. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പല പല ഷേപ്പുകൾ നമുക്ക് ഫ്രെയിം ചെയ്യാം. ഞാനിവിടെ കൂടുതലായിട്ടും ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ എളുപ്പമുണ്ട്. വെർട്ടിക്കലായിട്ട് നമ്മൾ പ്ലമ്മുകളൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. കാരണം വെർട്ടിക്കലായിട്ട് പ്ലമ്മുകളെ നമുക്ക് വെർട്ടിക്കലായിട്ടാണ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ ഇതാണ് ക്വിൻസ് ട്രീയുടെ എസ്പാലിയേഷൻ. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.